കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ജനതകളെ, എന്റെ വാക്ക് കേൾക്കുവേ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാൾ പോലെയാക്കി. തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ വിൽക്കി അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. എന്റെ മകനെ, നീ ഈശോമിശിഹായുടെ കൃപയിൽ ശക്തി ആർജിക്കുക. അനേകം സാക്ഷികളിലൂടെ നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ പരമേൽപ്പിക്കുക. ശിഷ്യൻ ഗുരുവിനേക്കാളും മേലെയല്ല, ഭൃത്യൻ യജമാനനെക്കാളും. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിലും അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. കാരണം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതെ ഇരിക്കുകയുമില്ല. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, ഹൃദയം കൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ച വിശുദ്ധ സെബസ്ത്യാനോ സഹദയുടെ നമുക്കൊരുപാട് പ്രിയപ്പെട്ട വിശുദ്ധന്റെ തിരുനാൾ, വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായ ഒരു സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ വികാരമായി തോടുകൂടി നമ്മളിങ്ങനെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന
ഒരു അനുഗ്രഹത്തിന്റെ ദിവസം. പ്രിയപ്പെട്ട വികാരിയച്ഛനും സഹവികാരിയച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മാതാപിതാക്കന്മാർക്കും സഹോദരീ സഹോദരങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം നേരുന്നു. തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. ഈശോയിൽ വിശ്വസിച്ചിരുന്നവരെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സംസ്കാരത്തിന്റെയും സാമ്രാജ്യ ശക്തികളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഞാൻ എന്നോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈശോയിൽ വിശ്വസിക്കുന്നവരെ തീയിലെറിഞ്ഞ് കൊന്നുകളയാൻ ആനന്ദം കണ്ടെത്തിയിരുന്നവർ, മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ആനന്ദം കണ്ടെത്തിയിരുന്ന ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം ഏറ്റവും കിരാതവും ക്രൂരവുമായ ഭരണനിർവഹണം നടത്തിയിരുന്ന തിബേരിയൂസിന്റെയും ഡൊമീഷ്യന്റെയും ഡയോക്ലീസിന്റെയും നീറോയുടെയും കൊണേലിയൂസിന്റെയും ക്ലൗദിയൂസിന്റെയും കിരാതമായ ക്രൂരമായ ഭരണത്തിൽ ഈശോയിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയേറിയത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വിശ്വാസ വഴികൾ ഇങ്ങനെ ആർദ്രമാകുന്നതിനെ നമ്മൾ നോക്കി തിരിച്ചറിയേണ്ട മനോഹരമായ ഒരു ദിനമാക്കി നമുക്കിതിനെ മാറ്റാം. വർഷങ്ങളായിട്ട് ഇതിന് നേതൃത്വം നൽകുന്നത് റോമിൽ പ്രവർത്തിക്കുന്ന 7 വിശ്വാസ യൂണിറ്റുകളിൽ സെന്റ് അൽഫോൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അനസ്താസിയ ബസിലിക്കയോട് ചേർന്നുള്ള യൂണിറ്റാണ്. അവർ മാസങ്ങൾക്ക് മുൻപേ തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഈ അൾത്താരിയിൽ കാണുന്ന ഒട്ടേറെ അലങ്കാര വസ്തുക്കൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു പക്ഷേ പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിൽ ചെന്നൊരു പ്രതീതി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് അംഗങ്ങൾ അതിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് അതിന് നമ്മെ കാരണമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പുസ്തകം നമ്മുടെ നാടുൾപ്പെട്ട റോമിലെ മലയാളി സമൂഹത്തിനും കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. നന്ദി. നമ്മുടെ സെബാസ്റ്റ്യൻ പുസ്തകം കൊടുത്തുകൊണ്ട്
കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും ഇവിടെ കുടുംബാംഗങ്ങളെയും ഈ ദേശത്തെയും വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശക്തമായ മധ്യസ്ഥം വഴി നമ്മളും നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. മല്ലികാനി കടിച്ച നെല്ലിക്ക പോലിനിപ്പ പണികളെ തിരിച്ച പത്താം കളിച്ചിരിപ്പ കൊച്ചിന പഞ്ച പഞ്ച കൊണ്ടിട്ടേ നടിച്ചിരിപ്പ കുടിച്ച വച്ചിക്കല മനസ്സിലെ തെച്ചിക്കല വെച്ചാകലേക്ക ഏതാത ആലിക്ക മൈറ്റിയ ദാലി മുന്നേ മല്ലിക കൂപ്പിട്ര എന്തും ശിശുവധം ബാലയും ഒക്കെ കണ്ട് ബാല ഉറങ്ങാത്ത രാത്രി. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്.